ഹായ്, 2024 നീറ്റിലെ സൈലത്തിന്റെ മറ്റൊരു ടോപ്പറിലേക്കാണ് നമ്മൾ പോകുന്നത്. മോസിൻ സ്വാലിഹ്. ഹായ് മോസിൻ. ഹായ്. ഹായ്. സ്വാലിഹിന്റെ സ്കോർ എത്രയായിരുന്നു? എനിക്ക് നീറ്റിൽ 705 മാർക്ക്. 705 ആയിരുന്നു അല്ലേ? സാലിഹ് റിപ്പീറ്റർ ആയിരുന്നു, റീ റിപ്പീറ്റർ ആയിരുന്നു? റീ റിപ്പീറ്റർ ആണ്. കഴിഞ്ഞ വർഷത്തെ സ്കോർ എത്രയായിരുന്നു? ഐ മീൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എത്രയായിരുന്നു സ്കോർ? 583. അപ്പൊ 583 705 ഒരു വൻ കുതിപ്പാണല്ലേ ശരിക്കും? ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ? ക്ലാസ്സസ് ഒക്കെ വളരെ പ്രിസൈസ് ആയിരുന്നു, മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരും. ഫാക്കൽറ്റീസ് ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അവരെ നമുക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യും. നമ്മൾ മുന്നിലേക്ക് എത്തണം എന്നായിരുന്നു അവരൊരു ഉദ്ദേശം. ഹോസ്റ്റലായിരുന്നു സാരി ഉണ്ടായിരുന്നത്? ഹോസ്റ്റൽ. എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത്? ഹോസ്റ്റൽ ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രധാനമായി നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ നമ്മളെ എപ്പോഴും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുമ്പോൾ തന്നെ എല്ലാവരും മുഖം എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ വാർഡനാണെങ്കിലും കൂടെ പഠിച്ച ആൾക്കാരാണെങ്കിലും നമ്മുടെ കൂടെ ഉള്ളവർ മുന്നിലേക്ക് എത്തണം തന്നെ വിചാരിച്ചു. വാർഡൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു പഠനത്തിലും കാര്യങ്ങളിലെല്ലാം. ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ ഒരു മെന്റർ ഉണ്ടായിരുന്നില്ല? എപ്പോഴും മെന്റർ ഉണ്ടായിരുന്നു. ഇപ്പോ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഞാൻ ആദ്യം ചെന്ന് പറയുന്നത് മെന്ററിനോടായിരിക്കും. ഓക്കെ. അപ്പൊ എനിക്കിങ്ങനെ ടെൻഷൻ ഉണ്ട് അല്ലെങ്കിൽ എക്സാമിനെ പറ്റി പേടിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കണം. അതിനുള്ള ഒരു വഴി പറയുന്നത്, പിന്നെ എന്റെ മെയിൻ തെറ്റുകളൊക്കെ എടുത്ത് കാണിക്കുന്നത് മെന്ററായിരുന്നു. നമ്മുടെ ഒരു DPP ഉണ്ടായിരുന്നില്ലേ? പ്രിന്റ് എടുത്ത് DPP ഒക്കെ കയ്യിൽ തന്നിട്ടില്ലായിരുന്നോ? എങ്ങനെയായിരുന്നു DPP? DPP എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട സാധനം എല്ലാതും അതിലുണ്ടായിരിക്കും. ഓക്കെ. ഇപ്പോൾ NCERT മെയിൻ പോയിന്റ്സ്, ഇപ്പോൾ NCERT എല്ലാം അതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ താഴെ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോപ്പിക് വൈസ് ആയിട്ടാണല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്താൽ അപ്പൊ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് അപ്പൊ തന്നെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ. അപ്പോൾ അവിടെ തന്നെ ആ പ്രാക്ടീസ് കഴിയും. ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ മൈൻഡ് മാപ്പുകളോ? മൈൻഡ് മാപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ശരിക്കുള്ള യൂസ് വരാ അവസാന ടൈമിൽ റിവിഷൻ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മൾക്ക് മൈൻഡ് മാപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്ര ചാപ്റ്റർ ഒരു പർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്തു തീർക്കണം എന്നുണ്ടെങ്കിൽ മൈൻഡ് മാപ്പ് ആയിരിക്കും നല്ലത്. കാരണം ഇത്ര ഒരു ദിവസത്തിനുള്ളിൽ കുറെ ചാപ്റ്റർ ചെയ്യണം, നമുക്ക് മൈൻഡ് മാപ്പിൽ പെട്ടെന്ന് ഇങ്ങനെ റിവൈസ് ചെയ്യും. ഓക്കെ. നമ്മൾ നീറ്റ് പോലെ ഒരു ഹൈലി കോമ്പറ്റീവ് ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ പരീക്ഷകൾ നമ്മൾ മാക്സിമം എഴുതേണ്ടതുണ്ടായിരുന്നല്ലേ? അപ്പൊ എത്രത്തോളം പരീക്ഷ കഴിഞ്ഞൊരു വർഷം കൊണ്ട് സാലിഹ് എഴുതിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു എണ്ണം പറയാൻ പറ്റുമോ സാലിഹിന്? എങ്ങനെയായിരുന്നു നമ്മുടെ സൈലത്തിന്റെ പരീക്ഷകളൊക്കെ? സൈലത്തിന്റെ പരീക്ഷ എന്ന് പറയുമ്പോൾ മെയിൻ GIB ആയിരുന്നു. GIBയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതേ ടൈപ്പ് തന്നെയാണ് നമുക്ക് നീറ്റിലും ചോദിച്ചിരുന്നത്. നമ്മളൊരു സാധാരണ ഒരു മോക്ക് എക്സാം, ഒരു നീറ്റ് എക്സാമിന്റെ മോക്ക് ടെസ്റ്റ് തന്നെയായിരുന്നില്ലേ GIB എന്ന് പറയുന്നത്? GIB അതേപോലെ തന്നെ. GIB ഞാൻ എക്സാം എഴുതാൻ നീറ്റ് എഴുതാൻ പോയപ്പോൾ എനിക്ക് രണ്ടുപേരെ സിമിലർ ആയിട്ട് തോന്നി. ഫസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ അവരിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞത് അത് മെയിൻലി NCERT ബേസ്ഡും പിന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ വളരെ സിമിലറാണ്. നീറ്റ് എഴുതിയപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ മനസ്സിലായത്. ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾക്കൊരു ആദ്യമായിട്ട് ഒരു നീറ്റ് എക്സാം സെന്ററിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കില്ലേ? അതെ. അതെന്താന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു ക്രൗഡഡ് സ്ഥലം കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ഓവർകം ചെയ്യാൻ GIB കൊണ്ട് പറ്റിയിട്ടുണ്ട്. അതെ, കാരണം GIBയില് കുറെ കുട്ടികൾ ഒരുമിച്ച് ഇരുന്ന് എഴുതുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോ അവിടെ നമ്മൾ കുറെ എക്സാം എഴുതി ശീലായ നീറ്റ് എഴുതാൻ പോകുമ്പോഴും അതൊരു സൈലത്തിൽ ഒരു എക്സാം എഴുതണ മുതലായിട്ട് ചിലപ്പോൾ തോന്നും. അത്ര എളുപ്പം നമ്മൾ അവിടെ സാധാരണ എല്ലാ മാസം നമ്മൾ GIB എഴുതാൻ പോകുന്നു. അതെ, GIB എഴുതാൻ പോകുന്ന പോലെ നീറ്റ് എക്സാം എഴുതാൻ പോയി വന്നു, അത്രേ ഉള്ളൂ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. പരീക്ഷ എഴുതി ഇറങ്ങിയ സമയത്ത് തന്നെ ഒരു 700+ സ്കോർ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അതുണ്ടായിരുന്നു. ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും നല്ല മാർക്ക് ഉണ്ടാവും ഉറപ്പായിരുന്നു. എന്താണ് സാലിഹിന്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്? എവിടെ പഠിക്കണം എന്നുള്ളതാണ്? ഞാൻ ഒരു നല്ലൊരു എയിംസ് കോളേജിൽ പഠിക്കണം എന്ന് തന്നെ വിചാരിക്കുന്നത്. ഓക്കെ സാലിഹ്. അപ്പോൾ സാലിഹിന്റെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ. ഒരു ഗംഭീര ഡോക്ടറായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.